ദ സൺ വിൽ റൈസ് അഗെയിൻ ടുമാറോ. 2018 ഇംഗ്ലണ്ട് പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെ രോഹിത് ശർമ്മ തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ കുറിച്ച വാക്കുകൾ. ഏതൊരു അസ്തമയത്തിനും ഒരു ഉദയമുണ്ടാകുമെന്ന അയാളുടെ പ്രതീക്ഷ തെറ്റിയില്ല, അല്ലെങ്കിൽ ആത്മവിശ്വാസം തെറ്റിയില്ല. മാസങ്ങൾക്കപ്പുറം ഇതേ ഇംഗ്ലണ്ടിൽ നടന്ന ഏകദിന ലോകകപ്പിൽ 5 സെഞ്ചുറികൾ ഉൾപ്പെടെ 648 റൺസുമായി ടോപ്പ് സ്കോറർ അയാളായിരുന്നു. ഇങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റിൽ രോഹിത് ശർമ്മയെ പോലെ ഇത്രമേൽ ഉയർച്ച താഴ്ചകൾ കണ്ട മറ്റൊരു താരമുണ്ടോ എന്ന സംശയമാണ്. 2007 പ്രഥമ T20 ലോകകപ്പിലാണ് രോഹിത് ഗുരുനാഥ് ശർമ്മ എന്ന പേര് ആരാധകർക്കിടയിൽ സുപരിചിതമാകുന്നത്. നോക്കൌട്ടിന് തുല്യമായ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറിയോടെ ആ 19കാരൻ ടീം ഇന്ത്യയെ ജയത്തിലേക്ക് നയിച്ചു. പാകിസ്ഥാനെതിരായ ഫൈനലിൽ രോഹിത് 16 പന്തിൽ പുറത്താകാതെ നേടിയ 30 റൺസിനും നമ്മുടെ കിരീട നേട്ടത്തിൽ വലിയ പങ്കുണ്ട്. പിന്നാലെ സച്ചിനൊപ്പം ചേർന്ന കോമൺവെൽത്ത് ബാങ്ക് സീരീസിൽ ഓസ്ട്രേലിയക്കെതിരായ സക്സസ്ഫുൾ റൺ ചേസോടെ രോഹിത്തിന്റെ നാളുകളാണ് ഇനിയെന്നാണ് പലരും കരുതിയത്. എന്നാൽ തുടരെ പരാജയപ്പെട്ടതോടെ സുരേഷ് റെയ്നയ്ക്കും വിരാട് കോഹ്ലിക്കും വഴിമാറി കൊടുക്കേണ്ടി വന്നു രോഹിത്തിന്. 2011 ഏകദിന ലോകകപ്പ് ടീമിലും അവസരം കിട്ടിയില്ല. 2013 ചാമ്പ്യൻസ് ട്രോഫിയാണ് രോഹിത്തിന്റെ കരിയറിൽ വഴിത്തിരിവായത്. ഓപ്പണറുടെ റോളിലേക്ക് മാറിയതോടെ പിന്നെ കണ്ടത് മറ്റൊരു രോഹിത്തിനെ. ബൗളർമാരുടെ പേടി സ്വപ്നമായ രോഹിത്താണ് ഏകദിനത്തിൽ 1-ലധികം ഇരട്ട സെഞ്ചുറികൾ നേടിയ ഒരേ ഒരു താരം. രോഹിത്തിന്റെ പേരിലുള്ളത് 3 ഇരട്ട സെഞ്ചുറികളാണ്. 2014 ശ്രീലങ്കയ്ക്കെതിരെ നേടിയ 264 റൺസാണ് ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ. IPL-ലൂടെയായിരുന്നു ക്യാപ്റ്റൻ രോഹിത്തിന്റെ ഉദയം. മുംബൈ ഇന്ത്യൻസിന് 5 കിരീടങ്ങൾ നേടിക്കൊടുത്ത രോഹിത് 2021 ഇന്ത്യൻ ടീമിന്റെ പരിമിത ഓവർ ഫോർമാറ്റുകളിൽ നായകനായി. തൊട്ടടുത്ത വർഷം ടെസ്റ്റ് ടീമിന്റെ നായക പദവിയും രോഹിത്തിന്റെ കൈകളിലെത്തി. 2023 ഏകദിന ലോകകപ്പ് ഫൈനലിലേക്ക് ടീമിനെ നയിച്ച രോഹിത് ഇന്ത്യയെ 3 ഫോർമാറ്റിലും നമ്പർ 1 ഏകദിന ലോകകപ്പ് ഫൈനലിലെ തോൽവി, മുംബൈ ഇന്ത്യൻസ് ടീമിലെ ക്യാപ്റ്റൻസി നഷ്ടം, തിരിച്ചൊടിയുടെ നാളുകൾ വീണ്ടുമുണ്ടായി. എന്നാൽ T20 ലോകകപ്പ് നേട്ടത്തോടെ വീണ്ടും ശക്തമായി തിരിച്ചു വന്നു രോഹിത്. വീണ്ടും ഒരു പ്രതിസന്ധി ഘട്ടമാണിപ്പോൾ. ഒരുപക്ഷെ ഇതുവരെയുള്ളതിൽ ഏറ്റവും വലുത്. ചരിത്രത്തിൽ ആദ്യമായി സ്വന്തം നാട്ടിൽ ന്യൂസിലാൻഡിനോട് ടെസ്റ്റ് പരമ്പരയിൽ തോറ്റു. 10 വർഷത്തിന് ശേഷം ബോർഡർ ഗാവാസ്കർ ട്രോഫി കൈവിട്ടു. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് യോഗ്യത നേടാനായില്ല. ബാറ്റ് കൊണ്ടും രോഹിത് അമ്പേ പരാജയമായി. രോഹിത്തിന്റെ റിട്ടയർമെന്റിനായുള്ള മുറവിളികളാണ് എങ്ങും ഉയരുന്നത്. വരുന്ന ചാമ്പ്യൻസ് ട്രോഫി അയാളുടെ വാട്ടർലൂ ആണ്. രോഹിത് തുടരുമോ എന്നതിൽ അന്ന് തീരുമാനമുണ്ടാകും. രോഹിത്തിന്റെ ആരാധകർ അയാളുടെ വാക്കുകളിൽ തന്നെ വിശ്വാസം അർപ്പിക്കുകയാണ്. ദ സൺ വിൽ റൈസ് അഗെയിൻ ടുമാറോ.